നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഇതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിമിത്തമാണ്. ഭഗവാനാണ് എന്നെക്കൊണ്ടിത് ഗണിച്ചു പറയിച്ചതും നിങ്ങളിത് കേൾക്കാൻ ഇടയായതും. കാരണം ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പനെ പറ്റിയാണ്. ഭഗവാൻ പൊന്നുതമ്പുരാൻ ഗുരുവായൂരപ്പൻ നാരായണനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തിനകത്ത്, ഒരുപാട് സമയം വേണ്ട, ഒരു 3 മാസത്തിനകത്ത്, പറ്റിയാൽ ഈ മാസമോ അടുത്ത മാസമോ പോയാൽ ഏറ്റവും നല്ലത്, 3 മാസത്തിനകത്ത് ഒന്ന് ഗുരുവായൂർ പോകാൻ പറയണം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. ഭഗവാന്റെ അടുത്ത് പോയി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ, ജീവിതം രക്ഷപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഭഗവാന്റെ വിളി വന്നു നിൽക്കുന്ന നേരമാണ്. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞതും ഭഗവാൻ എന്നെക്കൊണ്ടിത് പറയിച്ചതും നിങ്ങളെ വിളിച്ചതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ കാണാൻ, അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും പോയി നോക്കൂ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ആ നാളുകാരെ പറ്റിയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ പോകുന്നവർ ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് കൂടെ ഗുരുവായൂർ ചെയ്യണം കേട്ടോ. അത് ചെയ്ത് ഏറ്റവും ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് പോയി ഭഗവാനെ തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും. വഴിപാട് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ആദ്യം ഞാൻ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പറയാം. എല്ലാവരും കേട്ട് മനസ്സിലാക്കൂ. ഈ നാളിലുള്ള ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞ് ഗുരുവായൂർ വിടണം. ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. അവരുടെ ജീവിതത്തിൽ ഇതായിരിക്കും വഴിത്തിരിവിൻ്റെ നിമിത്തമായ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം ഇത് കാണുന്ന എല്ലാവരും മനസ്സിൽ ഇപ്പം തന്നെ ഓം നമോ നാരായണായ എന്ന് ചൊല്ലു. വീട്ടിൽ ഈ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ഈ ഭഗവാനെ പോയി ഒന്ന് കണ്ട് തൊഴുതു വരാൻ പറയണം. അവരുടെ ജീവിതം ഐശ്വര്യത്താൽ രക്ഷപ്പെടുന്നതായിരിക്കും. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു കിട്ടേണ്ട സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ കഷ്ടകാല ദുരിത ദുഃഖങ്ങളൊക്കെ തീർന്ന് ഒത്തിരി കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള, ജീവിതത്തിൽ തടസ്സം നിന്ന് കിടന്നത്, വഴി മുടങ്ങിക്കിടന്നത്, നിന്ന് പോയത്, നേടാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, പാതി വഴിയിൽ മുറിഞ്ഞു പോയതൊക്കെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് എല്ലാത്തിനും നിമിത്തമായിട്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ദർശനം ഏറ്റവും കേമമാണ് കേട്ടോ. വെറും കൈയോടുകൂടി പോകരുത്. ഞാൻ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറഞ്ഞു തരാം. അത് ആ വഴിപാട് ചെയ്ത് നിങ്ങളെല്ലാവരും പോയി തൊഴുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. പുണർദംകാർ സ്ത്രീകൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ഭാഗ്യം നിൽക്കുന്ന സമയമാണ്. പുരുഷന്മാർക്കും ഏറ്റവും കെങ്കേമമാണ്, സ്ത്രീകൾക്കും ഏറ്റവും കെങ്കേമമാണ്. സ്ത്രീകൾക്ക് ഇരട്ടി ഭാഗ്യം എന്ന് പറയത്തക്ക രീതിയിൽ ഭഗവാനെ പോയി കാണണം. അതിൻ്റെ ഐശ്വര്യം അവർക്കും കുടുംബത്തിനും വന്നു ചേരുന്നതുമായിരിക്കും. അതാണ് പുണർദമാണ് ഒന്നാമത്തെ നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, ദുഃഖ ദുരിതങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത് തീരുന്നതിന് നിമിത്തം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഗുരുവായൂരപ്പനെ പോയൊന്ന് കാണണം കേട്ടോ അശ്വതിക്കാർ. നിങ്ങൾ അശ്വതിക്കാരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണഭൂതനായ ഈശ്വരനാണ് നാരായണ ഭഗവാൻ. ഭഗവാൻ മഹാവിഷ്ണു, അല്ലെങ്കിൽ നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി തീർച്ചയായിട്ടും അശ്വതിക്കാർ പോയി തൊഴണം. പോകുമ്പം വെറും കൈയുമായിട്ട് പോകരുത്. ഞാൻ വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് ചെയ്ത് ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഒരു കൃപയാൽ ജീവിതത്തിലെ മനപ്രയാസങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാകും. ആഗ്രഹിച്ച കാര്യങ്ങളും സ്വപ്നം കണ്ട കാര്യങ്ങളും ഒക്കെ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയംകാർ വീട്ടിലുണ്ടോ ഉറപ്പായിട്ടും ഭഗവാനെ തൊഴാൻ പറയണം കേട്ടോ. വലിയ വഴിത്തിരിവുകളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. വഴിത്തിരിവുകളെന്ന് പറഞ്ഞാൽ ഉയർച്ചയുടെ പടവുകൾ കയറാൻ പോവുകയാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. ഭഗവാന്റെ കയ്യും പിടിച്ച്, ഗുരുവായൂരപ്പൻ്റെ കയ്യും പിടിച്ചായിരിക്കും ആ ഉയർച്ചയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പോവുക. ഞാൻ 3 മാസം എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അടുത്ത ആഴ്ച പോകാൻ പറ്റുമെങ്കിലും
ഗുരുവായൂർ പോകാനായിട്ട് പൂയംകാർ ശ്രമിക്കുക. എത്രയും വേഗം പോകുന്നു അത്രയും വേഗം ഭഗവാന്റെ ആ ഒരു ചൈതന്യം നേടിയെടുക്കും, ഭഗവാന്റെ ഐശ്വര്യം നേടിയെടുക്കും, ഭഗവാന്റെ കയ്യും പിടിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും പേടിക്കാനുണ്ടോ? എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇനി അഥവാ എന്തെങ്കിലും ദോഷങ്ങൾ മലമറിച്ച് വന്നാൽ തന്നെ എന്താകും? അതിനെല്ലാം ഭഗവാന്റെ ഒരു പ്രഭയിൽ അതെല്ലാം മങ്ങിപ്പോകും. നിങ്ങളുടെ വഴി സുഗമമാവും. ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും സമൃദ്ധിയും വരുന്ന ഒരു കാലത്തിലേക്ക് പൂയം നക്ഷത്രം നടന്നു കയറുകയും ചെയ്യുന്നതാണ്. അപ്പം പൂയമാണ് 3ാമത്തെ നക്ഷത്രം. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലംകാർ ഒരുപാട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളും ഓർത്ത് പ്രയാസപ്പെടുന്നുണ്ട്, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ നേരിടുന്ന ഒരു നക്ഷത്രമാണ്. അതൊക്കെ ഇങ്ങനെ സമയമാറ്റത്തിലൂടെ കടന്നു പോകാൻ പോവുക മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. അതിനൊക്കെ ഭഗവാന്റെ ഒരു കൃപയുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയമാണ്. ഗുരുവായൂർ പറ്റുമെങ്കിൽ ഒന്ന് പോകണം, പറ്റുമെങ്കിൽ എത്രയും വേഗം പോകണം. ഒരു 3 മാസത്തിനകത്ത് പോയാൽ ഏറ്റവും നന്നായിരിക്കും. പോയി കണ്ട് ഭഗവാനെ തൊഴുത് നിങ്ങളുടെ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരാനായിട്ട് പറയണം. ഞാൻ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയാം, അതും കൂടെ എല്ലാവരും ചെയ്യണം. ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഫലം കിട്ടും. ഭഗവാന്റെ വിളിയായിട്ട് ഇത് കണക്കാക്കുക. ഞാനിത് വെറുതെ ഒന്നും പറയത്തില്ല. ഈ ഭൂമിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ഭഗവാൻ വിചാരിക്കണം, അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇത് പറയാനും നിങ്ങളിത് കേൾക്കാനും നിമിത്തമായതെന്ന് പറയുന്നത് ആ ജഗദീശ്വരൻ സർവശക്തൻ പൊന്നുതമ്പുരാൻ നാരായണൻ നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അപ്പം ഗുരുവായൂരപ്പൻ്റെ വിളിയായിട്ട് ഇത് കണക്കാക്കി, ഞാൻ പറഞ്ഞു എന്നുള്ളത് കണക്കാക്കണ്ട, ഗുരുവായൂരപ്പൻ അരുൾ ചെയ്തതായിട്ട് കണക്കാക്കി ഐശ്വര്യമായിട്ട് പോയി ഭഗവാനെ കണ്ട് തൊഴുതു വരിക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം, 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് വരുമെന്നുള്ളതാണ് ജ്യോതിഷവശാൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു നേട്ടങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും ഒക്കെ ഒരു മൂല കാരണമെന്ന് പറയുന്നത് നാരായണസ്വാമിയാണ്, ഭഗവാനാണ്, പൊന്നുതമ്പുരാൻ, മഹാവിഷ്ണു ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ഗുരുവായൂരപ്പനാണ് അതിൻ്റെയൊക്കെ ഒരു മൂല കാരണമായിട്ട് കാണുന്നത്. ഗുരുവായൂരപ്പനെ പോയി തൊഴാൻ ഏറ്റവും നല്ല സമയമായിട്ടോ. 3 മാസമെന്ന് ഞാൻ പറയുന്നില്ല, വർഷാവസാനത്തിനകത്തായാലും ഈ നക്ഷത്രക്കാർ ചതയംകാർ പോയി തൊഴുത് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അതുപോലെ പോകുമ്പം വെറും കൈയുമായിട്ട് പോരുത്. വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അതെല്ലാവരും ചെയ്തിട്ട് വേണം പോകാനായിട്ടത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. സമയമാറ്റത്തിൻ്റെ വലിയൊരു ഫേസിലൂടെയാണ് അത്തം നക്ഷത്രം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അത്തംകാർക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഈ ഒരു 26-ാം തീയതി കഴിയുമ്പോഴേക്കും വരാൻ പോകുന്നത്. ഈ ഒരു ജൂൺ മാസം തന്നെ അവസാനം എത്തുമ്പോഴത്തേക്ക് വരാൻ പോകുന്നത്. അതിങ്ങനെ തുടരുമെന്നുള്ളതാണ്. ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് അത്തംകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് ഏറ്റവും കേമമായിട്ടുള്ള സമയമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങുമ്പം നമ്മൾ ഭഗവാനെ തൊഴുന്നത് നമ്മളുടെ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിലനിർത്തി തരാനും നിലനിന്ന് പോകാനും ഏറ്റവും പ്രധാനമാണ്. നമുക്ക് എന്തെങ്കിലും ഭാഗ്യമോ ഐശ്വര്യമോ കിട്ടിയിട്ട് കാര്യമില്ല, അത് നിലനിന്ന് പോകണം ജീവിതത്തിൽ, അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു ഭാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഭാഗ്യവും ഐശ്വര്യവും ദൈനംദിന ജീവിതത്തിൽ നിത്യം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഐശ്വര്യം ഗുണകരമായി മാറുന്നത്. അപ്പോൾ അതാ നിത്യം വരാനായി ഈശ്വരപ്രീതി ഏറ്റവും മുഖ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രീതി നേടുന്നത് ഈ ഒരു സമയത്ത് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പം അത്തംകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത്തംകാർ പുരുഷന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറഞ്ഞു വിടുക. സ്ത്രീകളും മോശമല്ല, 2 കൂട്ടരും പോയി തൊഴുക. ഭഗവാന്റെ അനുഗ്രഹം അവർക്കും കുടുംബത്തിനും ലഭിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. കഷ്ടകാലം വിട്ടൊഴിയുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളിൽ പെട്ട് ചക്രശ്വാസം വലിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. കാലം കുറേയായി, 4-5 വർഷമായിട്ട് ഈ കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത്തരം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ് രോഹിണി. രോഹിണിക്കാർ ഗുരുവായൂരപ്പനെ പോയി കാണണം കേട്ടോ. ഭഗവാനോട് ഉള്ളു തുറന്ന് സംസാരിക്കണം. പോയി ഭഗവാന്റെ നടക്കൽ ആ പരിസരത്ത് ഭഗവാന്റെ മണ്ണിൽ പോയി ഒരു അല്പനേരം ഇരിക്കണം കേട്ടോ. പോയിട്ട് തിരിച്ച് വരുമ്പം തന്നെ, തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പം തന്നെ ജീവിതത്തിൽ വല്ലാത്തൊരു മനസ്സമാധാനം, വല്ലാത്തൊരു ചൈതന്യം പേറിയ ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാമല്ലോ. നമുക്ക് മനസ്സിൽ 1000 കാര്യങ്ങൾ വിട്ടിട്ട് മനപ്രയാസപ്പെട്ടായിരിക്കും നമ്മൾ ഭഗവാനെ തൊഴാൻ പോകുന്നത്. അവിടെ ചെന്ന് കയറി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന് വീട്ടിൽ കയറുന്നവരെ നമ്മൾ വേറൊരു ലോകത്തായി പോകും. ഭഗവാന്റെ ആ സന്നിധി ചെന്നാൽ ചിലപ്പോൾ ഈ പറയാനായിട്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും, ഭഗവാനോട് പറയാൻ വിട്ടുപോയെന്നിരിക്കും. എനിക്കൊക്കെ ഒരുപാട് 1000 അനുഭവങ്ങളുള്ള, നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും.
എപ്പോൾ ഗുരുവായൂർ ചെന്നാലും നമ്മൾ മനസ്സ് നിറയെ കാര്യമായിട്ടായിരിക്കും പോകുന്നത്. ആ സന്നിധിയിൽ ചെന്ന് ഭഗവാന്റെ ആ ഒരു ചൈതന്യ മണ്ണിൽ നിൽക്കുന്ന സമയത്ത്, ആ സന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും എന്നുള്ളതാണ്. നമ്മളതൊന്നും ഓർക്കത്തില്ല. വല്ലാത്തൊരു ആനന്ദം അല്ലെ, വല്ലാത്തൊരു മനസ്സമാധാനം, മനസ്സങ്ങ് നേർക്കുമെന്നുള്ളതാണ്. നേർത്തു പോകും മനസ്സ്. അതിനുശേഷം നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോഴായിരിക്കും ആലോചിക്കുന്നത്, ദൈവമേ ഇത്രയും നേരം ഞാൻ എന്ത് മായാലീലയിലായിരുന്നു, എന്തായിരുന്നു എന്നെ ചുറ്റി നിന്നത് എന്നുള്ളത് ആലോചിക്കുന്നത്. എന്ന് പറയുന്ന കണക്ക് പോയിട്ട് തിരിച്ചു വന്ന് കയറുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും, ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ നേരിട്ട നക്ഷത്രക്കാരാണ് വിശാഖക്കാരെന്ന് പറയുന്നത്. ഈ ഒരു മാസം, ഈ ജൂൺ മാസമൊക്കെ അവസാനിക്കുന്നതോടുകൂടി ഇതിനൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. സമയമാറ്റത്തിലൂടെ പോകുന്ന നക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത്. ആ വിശാഖ നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട് കേട്ടോ, ഒളിഞ്ഞും തെളിഞ്ഞും. പലപ്പോഴും വിശാഖ നക്ഷത്രക്കാർ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്, അല്ലെ ഉള്ളിലെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയുന്നവരാ. ഗുരുവായൂരപ്പനെ അറിയാതെ വല്ലാതെ ഇഷ്ടപ്പെടുകയും, ഇഷ്ടദേവൻ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി പറയും ഗുരുവായൂരപ്പന എന്ന് പറയും. ആ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരാണ് വിശാഖക്കാരെന്ന് പറയുന്നത്. ആ സ്നേഹം ഭഗവാൻ കണ്ടു എന്നുള്ളത് തന്നെ പറയാം. ഭഗവാനെ പോയി കാണണം കേട്ടോ വിശാഖക്കാർ പോയി തൊഴണം. ഭഗവാൻ ഇരു കൈയും നീട്ടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. ചെല്ലേണ്ട താമസമേ ഉള്ളൂ. ഒരു മകനെപ്പോലെ മകളെപ്പോലെ ഭഗവാൻ തലോടി അനുഗ്രഹിച്ചു വിടും. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാ രീതിയിൽ ഐശ്വര്യമായിട്ട് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിശാഖക്കാർ വിട്ടുകളയരുത്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. സൗഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറാൻ പോകുന്ന നക്ഷത്രമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാസഫലം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, രേവതിക്ക് നല്ല ചൈതന്യമാണ്, നല്ല ഐശ്വര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകളിലൂടെ കടന്നു പോകാൻ പോവുകയാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. പ്രയാസങ്ങളൊക്കെ തീരും. ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ രേവതിക്കാരോട് പറഞ്ഞിരുന്നു. ധൈര്യമായിട്ടിരിക്കും, മനസ്സ് മുറുകെ പിടിച്ച് ധൈര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഈശ്വരൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ. ഗുരുവായൂർ പറ്റുമെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. ഒരു 3 മാസത്തിനകത്ത് മതി, ഉടനെ വേണമെന്ന് പറയുന്നില്ല. 3 മാസം സമയമുണ്ട്. അവധിയോ അല്ലെ വീക്കെൻഡോ ഒക്കെ കണക്കാക്കി എപ്പോഴാണ് നിങ്ങൾക്ക് പൊന്നുതമ്പുരാനെ പോയി തൊഴാൻ പറ്റുന്നത്, പോയി തൊഴണം. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീരും. ഈ വഴിത്തിരിവ് ഘട്ടത്തിൽ ഭഗവാന്റെ ഒരു ചൈതന്യം കൂടെ വരുമ്പം വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകൾ കയറും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. മറ്റൊരു സമയമാറ്റ നക്ഷത്രമാണ് ഉത്രട്ടാതി എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞിരുന്നു, ഉത്രട്ടാതി ഒരു സമയമാറ്റത്തിലൂടെ. ആ ഉത്രട്ടാതിക്കാർക്ക് ഗുരുവായൂരപ്പ കൃപയാൽ ജീവിതത്തിൽ വലിയ ചില ഭാഗ്യങ്ങൾ വീണ് കിട്ടുന്ന, അല്ലെങ്കിൽ വലിയ ചില ഐശ്വര്യങ്ങൾ വീണ് കിട്ടുന്ന, ഈശ്വര വരം വീണ് കിട്ടുന്ന ഒരു സമയമാണ് പിറക്കാൻ പോകുന്നത്. ഗുരുവായൂരപ്പനെ പോയി കണ്ട് തൊഴണം കേട്ടോ. വെറും കൈയോടുകൂടി പോകരുത്. ഞാൻ 1-2 കാര്യം പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം. തീർച്ചയായിട്ടും അത് പോയി ചെയ്ത് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കൂ. ആ ഒരു ദർശനം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ശുഭ തുടക്കമായി തീരും. തുടക്കം നന്നായാൽ ഒടുക്കവും ഗംഭീരമാവുമെന്നാണ് പറയുന്നത്. ആ ഒരു തുടക്കമാണ് ആ ഗുരുവായൂർ ദർശനം എന്ന് പറയുന്നത്. ഉത്രട്ടാതിക്കാർ നന്നായിട്ട് വരും. ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയാം, അതും കൂടെ എല്ലാവരും ചെയ്ത് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ജഗദീശ്വരൻ്റെ ആ ഒരു ചൈതന്യത്താൽ, ഈശ്വര കൃപയാൽ നമുക്ക് ആ പ്രാർത്ഥന നേടിയെടുത്ത് ഈശ്വരനെ ഭജിച്ച് എല്ലാ ഐശ്വര്യമാക്കി മംഗളമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. മൊത്തം 12 നക്ഷത്രമുള്ള അതിൽ 11ാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോദിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ വിളി വന്ന് നിൽക്കുന്ന നേരമാണ്. ഭഗവാൻ കാണാൻ ആഗ്രഹിക്കുന്നു, സന്നിധിയിൽ ചെല്ലണം. എല്ലാവർക്കും ഈ വിളി വരുത്തില്ല എന്നുള്ളതാണ്. നമുക്ക് എത്രയോ നക്ഷത്രക്കാരുണ്ട്, 27 നക്ഷത്രക്കാരുണ്ട്. അതിൽ 12 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഭഗവാന്റെ വിളി ഇന്നേരം എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അരുൾ ചെയ്യുന്നത്, ആ സന്നിധിയിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഈ നാളുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുക, നിർബന്ധിച്ചായാലും പറഞ്ഞു വിടുക. ജഗദീശ്വരനെ പോയി കണ്ടു തൊഴുത് മാറ്റം അവരുടെ ജീവിതത്തിലും വരട്ടെ, നന്നായി വരട്ടെ എന്നുള്ളതാണ്. അതുപോലെ അവസാനത്തെ 12ാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാർ ജീവിതത്തിൽ ഒരുപാട് ആശങ്കകൾ, ചിന്തകളൊക്കെ ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ദൈവമേ എന്താകും അവസ്ഥ, ജീവിതം പോകെ എന്തായിരിക്കും, ജീവിതത്തിൽ വരുംവരാഴികൾ എന്തായിരിക്കും, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, ചിലപ്പം ചെന്ന് കിടന്നാലൊക്കെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കും. ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ആശങ്കകളും തീരും കേട്ടോ. മനപ്രയാസങ്ങളും ആശങ്കകളും ചിന്തകളും ഒക്കെ, അതിനെല്ലാം ഉള്ള ഉത്തരം ഭഗവത് സന്നിധിയിലുണ്ട്, ഗുരുവായൂരുണ്ട് എന്നുള്ളതാണ്. ഗുരുവായൂരപ്പനെ പോയി കണ്ട് തൊഴണം കേട്ടോ. എത്രയും വേഗം പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 1 മാസത്തിലോ അല്ലെ അടുത്ത ആഴ്ച പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഏറ്റവും കുറഞ്ഞ ഒരു 3 മാസത്തിനകത്ത് ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. സർവം ഗംഭീരമായി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ നാളുകാരെല്ലാവരും 12 നാളുകാരെ പറഞ്ഞു. ഈ 12 നാളുകാരും പോകുമ്പം വെറും കൈയോടുകൂടി പോകരുത് കേട്ടോ. എല്ലാവരും വെറും കൈയോടുകൂടി പോകരുത്. നല്ല ഒരു മഞ്ഞപ്പട്ട് വാങ്ങി, ആ മഞ്ഞപ്പട്ടും
അതിലൊരു പിടി നാണയമായിട്ട് വേണം, ആ മഞ്ഞപ്പട്ടും നാണയമായിട്ട് വേണം പോകാനായിട്ട്. അതവിടെ കാണിക്കയായിട്ട് കൊണ്ടുപോയി മഞ്ഞപ്പട്ടും അതുപോലെ തന്നെ ആ നാണയവും നിങ്ങൾക്ക് കിഴിയാക്കിയോ അല്ലാതെയോ ആ ഭഗവത് സന്നിധിയിൽ ഗുരുവായൂർ തൊഴാൻ ചെല്ലുമ്പം ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. വെറും കൈയോടുകൂടി ആരും വീട്ടിൽ നിന്ന് പോരുത്. ഒരു ദിവസം തലേന്ന് വ്രതം നിൽക്കണം. ഇപ്പം ഇന്നാണ് പോകാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിലെ വ്രതം നിൽക്കണം. തലേന്ന് ഉച്ച കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി മത്സ്യമാംസാദികൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഒരു മഞ്ഞപ്പട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് കുറച്ച് നാണയം, ഒരു പിടി നാണയം അതിന് മുകളിലായിട്ട് വെച്ച് ഒന്നുകിൽ കിഴി കെട്ടിയോ അല്ലാതെ മടക്കിയെടുത്തോ ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോയി ഭഗവാന്റെ കാണിക്കയായിട്ട് സമർപ്പിച്ച് ഗുരുവായൂരപ്പനെ ഗുരുവായൂർ പോയി തൊഴണം കേട്ടോ. തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പ്രാർത്ഥിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ, ഗുരുവായൂരപ്പ നമോസ്തുതേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ, ഗുരുവായൂരപ്പ നമോസ്തുതേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി എല്ലാവരും ഐശ്വര്യമായിട്ട് വീട്ടിൽ വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ മാറ്റമുണ്ട്. ആരും വെറും കൈയോടുകൂടി പോകരുത്. പോകുമ്പോൾ നേർച്ചയായിട്ട് വേണം, അല്ലെങ്കിൽ ഭഗവാന് പിടിപ്പണമായിട്ട് വേണം പോകാനായിട്ട്. അത് ഏറ്റവും ഐശ്വര്യം ചെയ്യുക. ആ വീടിനാണ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നത്. ആ ഒരു വ്യക്തിക്കാണ്, ആ ഒരു നാളുകാരനാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ ഭഗവാന്റെ സ്ഥാനമായിട്ടുള്ള നിലവിളക്കിന് മുന്നിൽ പട്ട് വെച്ച് പട്ടും നാണയമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഗംഭീരഫലം. അത് ഈ നാളുകാർ മാത്രമല്ല കേട്ടോ, ഈ ആര് ഗുരുവായൂർ പോയാലും ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യണം. അതിന് ഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല, അതിന് ഫലം ഏറെയാണ്. നിങ്ങളുടെ ഗൃഹം തന്നെ ഒരു ദേവാലയമായി മാറുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ആ ഐശ്വര്യം അവിടെ വരുമെന്ന് സാരം. ഗൃഹം തന്നെ ദേവാലയം എന്ന് പറയുമ്പോൾ വീട് അമ്പലമാവും എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ആ ഭഗവത് ചൈതന്യം നിറയുന്ന, നമ്മൾ പറയത്തില്ലേ ഈശ്വരാധീനമുള്ള വീടാ അത്. നോക്കിക്കേ, ആ വീട്ടിലെ എല്ലാവരും രക്ഷപ്പെട്ട് ഈശ്വരാധീനമുള്ള മണ്ണാ അത് എന്ന് പറയത്തില്ലേ. എങ്ങനെയാണ് ആ ഈശ്വരാധീനം ഉണ്ടാവുന്നത്? ഇത്തരം നമ്മളുടെ ഈശ്വര ചിന്ത വിളങ്ങുന്ന പ്രവർത്തികളിലൂടെയാണ്. അപ്പം അതിന് ഏറ്റവും പറ്റിയൊരു കാര്യമാണ്. അപ്പം ആ ഈശ്വര ചൈതന്യം വിളങ്ങുന്ന മണ്ണായി ആ വീട് മാറും. ഈശ്വരാധീനം നിറഞ്ഞ വ്യക്തികളായി ഓരോരുത്തരും മാറുകയും ചെയ്യും. പോകുന്നത് ഒരാളാണെങ്കിൽ പോലും ആ വീടിന് മൊത്തത്തിൽ ഫലം കിട്ടുമെന്ന് സാരം. അപ്പം ഇതും ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാകാത്തതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.